നടൻ ശ്രീനിവാസൻ 69 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ആദ്യകാലത്ത് നടന് ലഭിച്ചതൊക്കെ നുറുങ്ങു വേഷങ്ങളാണ്. പഞ്ചവടി പാലത്തിലും അങ്ങാടിയിലുമൊക്കെ ചെറിയ വേഷങ്ങളിൽ മിന്നിമറയുന്ന ശ്രീനിവാസനെ കാണാം. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സംഭവിച്ച ഇദ്ദേഹത്തിന്റെ മുന്നേറ്റമാണ്. 1984 ഓടരുതമാവ ആളറിയാമെന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായി അരങ്ങേറിയ ശ്രീനിവാസൻ നടനായി നിലനിൽക്കുവാൻ വേണ്ടി എഴുതി തുടങ്ങിയ ആളാണ്. മലയാളികളുടെ മാറുന്ന അഭിരുചികൾ പോലും ശ്രീനിവാസന്റെ സിനിമകളെ ആസ്വദിക്കുന്നതിൽ തടസ്സമാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കാരണം അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഒരു പ്രത്യേക കാലഘട്ടത്തെ ആയിരുന്നില്ല, എല്ലാ കാലത്തിനും വേണ്ടിയുള്ളതായിരുന്നു ശ്രീനിവാസന്റെ സിനിമകൾ. വെള്ളാനകളുടെ നാടൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. അങ്ങനെ സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ് എന്നിങ്ങനെ നിരവധി സിനിമകൾ സംഭവിച്ചു. സംവിധായകൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹം പരിവർത്തിച്ചപ്പോഴും തിരക്കഥ തന്നെയായിരുന്നു ശ്രീനിവാസന്റെ പ്രധാന ആയുധം. വടക്ക് നോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയുമൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്.